വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 10. നല്ല വെയിലാട്ടോ, വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 3 മണിക്ക് കഴിഞ്ഞു തോന്നുന്നു. 3 മണി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഇടണം എന്ന് നോക്കി പിന്നെ സമയം കിട്ടില്ല. പിന്നെ നമ്മളൊരു ഡ്രസ്സിൻ്റെ ഒരു പേജ് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഓഫറും കാര്യങ്ങളും ഉണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്ത് നോക്കട്ടോ. പിന്നെന്താ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഇടൽ അങ്ങനെയൊക്കെ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊന്നും ടൈമില്ലാത്തില്ല. എനിക്ക് കുറേ ദിവസം ഇങ്ങനെ ഫോണിൽ നോക്കി നിന്നിട്ട് തലയ്ക്കൊക്കെ വേദന വന്നു. അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നിർത്തി വെച്ചേക്കുമായിരുന്നു. പിന്നെന്താ, ഇന്നത്തെ നോമ്പിന് ഇനി സമയം ഇത്ര ആയിട്ടുള്ളൂ. പിക്കാവ് ഷോപ്പിൽ പോയിക്കോട്ടെ. പിക്കാവിൻ്റെ അടുത്തേക്കൊന്ന് പോകണം. ഞാൻ കോതമംഗലം വരെ പോകണുള്ളൂ. ഇക്കാക്ക അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അതെന്തിനാണ് പോകണമെന്നുള്ളത് ഞാൻ ബസ്സിലായിട്ട് പോണത്. പിന്നെ അന്നേരം പറയാം. പിന്നെന്താണ്, പിന്നെ കിച്ചണിൽ പോയിട്ട് ബാക്കി പണികളെല്ലാം തീർത്തിട്ട് വേണം പോകാൻ. പ്രത്യേകിച്ചൊന്നുമില്ല, എനിക്ക് ചെറിയ ഫ്രൂട്ട്സ് കട്ടിങ് അങ്ങനത്തെ ഐറ്റംസ് ഉള്ളൂ. അപ്പോൾ അതാണെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ അത് പോയി ചെയ്തിട്ട് ബസ് പിന്നെ 4:15 കേട്ടോ. നമുക്ക് പോകാം. പിന്നെ ഉമ്മച്ചിനെ ചെന്ന് എടുക്കുന്നത് കാണിച്ചിടാം. ഇവരിവിടെ നോമ്പ് പിടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബാക്കി പണികളിലേക്ക് എടുക്കാം. എനിക്ക് പോയിട്ട് വരുമ്പോൾ സമയം കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കണതാട്ടോ. പിന്നെ ഇങ്ങനത്തെ എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെ പോകണം? വെയിലാണോ മഴയാണോ എന്താണോ? സമയം ഇപ്പം എത്രയായി? അപ്പം 4 മണിയായോ? നോമ്പിന് നേരത്തെ വരുമല്ലേ? ഇനി എനിക്ക് കട്ട്ലേറ്റും കൂടി പൊരിച്ച് വെക്കാനുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. പിന്നെ ബസ് 4:15 ആയതുകൊണ്ട് ഒരു 4:10 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വഴിക്ക് ഇറങ്ങി ചെന്ന് തീരണം നമ്മുടെ വീട്ടിലായിട്ട്. അപ്പോൾ ഞാൻ അതുവഴിക്ക് ഇപ്പോൾ കയറി വന്നത്. ബസ് കയറാൻ നിൽക്കണതാണ്. കോതമംഗലത്തുള്ള സിറ്റി ഉമ്മച്ചിട്ട് സാരി എടുത്ത് പിന്നെ വാപ്പിച്ചൊക്കെ ഷർട്ട് വെക്കാണ്ട് ഫോട്ടോ എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് ഉമ്മച്ചിന്റെ വാപ്പിച്ചിന്റെ വെഡിങ് ലേസ് കെട്ടാൻ പറ്റുമോ? തുമ്പ് കെട്ടണ മോട്ടലല്ലേ ഇതിന്റെ പിന്നെ സാധാ മോട്ടർ ഈ ടൈപ്പ് ഉള്ളത്. പിന്നെ വേറെ കോട്ടൺ നല്ല കോട്ടൺ ഡാർക്ക് പറ്റുമോ? ഡാർക്ക് കളർ വേണ്ട. ഇതൊന്ന് നോക്കിയാലോ? എല്ലാം ഡാർക്ക് കളറാണ്. ബ്ലാക്ക് റെഡ് ഈ കളർ നോക്കിയാലോ? നോക്കിയാലോ? ഈ സെയിം തന്നെയാണോ? പക്ഷെ ഇത് ഇച്ചിരി തെളിച്ചല്ലേ? ഇതല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട മീഡിയം കളർ ഏതായിരിക്കും നല്ലത്? ഇതിനകത്ത് ഈ കാര്യം ഇത് നിലവിലുണ്ട്. നിനക്ക് ഇഷ്ടമായ ലാസ്റ്റ് ഞങ്ങൾ ഇത് 2 ഒരെണ്ണമായിട്ട് സെലക്ട് ചെയ്തത്. എങ്ങനെയുണ്ട്? സാരിന്റെ മാച്ച് കളർ ഉണ്ടോ നോക്കി. ഇത് ഈ സ്മോള് തീരെ ചെറുതായി പോയി. ചെറുതായി പോവില്ല അല്ലേ? വണ്ണപ്പം ക്ഷീണിച്ചേക്കുവാ.
അതാണ് നീല കളറ്. ആ സാരീൻ്റെ ഏകദേശം മാച്ചിങ് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാവും ആ ലൈറ്റ് ഷെയ്ഡ്? അത് അതിനുണ്ട്. ഇത് ഞാനും ഓക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ ഫൈനലൈസ് ചെയ്തത് കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അതുകൊണ്ടോ എടുക്കട്ടെ ബേസ് കാട്ടെന്ന് പറഞ്ഞ കോതമംഗലത്തുള്ള ഇത് കോതമംഗലല്ലേ സ്ഥലം കേസിലൂടെ കേക്ക് മേടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ കേസ് നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് വന്നാട്ടോ. നമ്മൾ ഈ ഷോപ്പിൽ നിന്ന് ഫസ്റ്റ് ടൈമായിട്ട് കേക്ക് മേടിക്കണേ. അധികം അമ്മാസിൽ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോകുന്നപ്പോൾ ഹെൽമെറ്റ് എടുക്കാത്തതുകൊണ്ട് ഞാൻ ബസ്സിനല്ല പോകുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് പോയില്ല. അങ്ങനെ ഇവിടെ നിന്ന് മേടിക്കാൻ കയറിയതാണ്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ എടുത്തത് പൈനാപ്പിളാട്ടോ. ബാക്കിയെല്ലാം മേടിച്ചേക്കണത്. പൈനാപ്പിൾ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പൈനാപ്പിളാണ് എടുത്തത്. ഇനി എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. ഇവിടെ നിന്ന് ഫസ്റ്റ് ടൈമാണ് മേടിക്കണത്. പിന്നെന്താ, അപ്പം ഇന്ന് ഉമ്മച്ചിയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒരു 4 മണിക്ക് ഇറങ്ങി. എനിക്കത് ഷോപ്പിലായിരുന്നു. ഞാൻ ബസ്സിനായിട്ട് പോകുന്നുണ്ട്. പിന്നെ കോതമംഗലത്ത് നിൽക്കാൻ വന്നു എൻ്റെ അടുത്തേക്ക്. അങ്ങനെ പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയി. ഉമ്മച്ചി കുറച്ചൊക്കെ ഡ്രസ്സ് എടുത്തു. അപ്പോൾ അതൊക്കെ അതിന് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചിട്ടാട്ടോ കൊടുത്തായിരുന്നു. പിന്നെ ഉമ്മച്ചി കത്തിയൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്കോടാന്ന് വെച്ചാൽ ഞാൻ കോതമംഗലം വരെ പോണത്. എന്തിനാന്ന് വെച്ചാൽ ചുമ്മാ പോണേന്നാണ് പറഞ്ഞത്. ഇനി എങ്ങനെയാണെന്നറിയില്ല. പിന്നെ എന്താണ്, ഇപ്പം നമ്മുടെ കേക്ക് എഴുതാൻ കൊടുത്തേക്കും കേട്ടോ. പിന്നെ അതതിന് വീട്ടിൽ ചെന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഈ നോമ്പല്ലേ, നോമ്പ് പറഞ്ഞിട്ട് വേണം. ഡ്രസ്സ് കുഴപ്പമില്ല, വണ്ടിയുടെ ഡിക്കിൽ വയ്ക്കാം. പക്ഷേ എന്താ കേക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാത്ത കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. പിന്നെന്താണ് ഇനി ബാക്കി ഇവിടുന്ന് ഞങ്ങളുടെ ഒരു പ്ലാനിങ് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ കൊടുക്കാമെന്ന് വെച്ചാൽ ഇന്നാൾ കല്യാണം കഴിഞ്ഞ് നമ്മുടെ വ്ളോഗിൽ ഇട്ടില്ലായിരുന്നോ, അപ്പോൾ അവരുടെ വീട്ടിൽ കൊടുക്കാമെന്ന് വെച്ചാണ്. പിന്നെ എന്താവും അറിയില്ല, നോക്കട്ടെ. പിന്നെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ കേക്കൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടെത്താറായി. പക്ഷെ ഉച്ച അവിടെ ഉണ്ടെങ്കിൽ കാണണ്ടാവുന്ന അറിയില്ല. വീഡിയോ വരുന്നതാണ് എല്ലാവരും. ഗൈസ് ബാങ്ക് കൊടുത്തതിനു പകുതി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പകുതി എന്ന് പറയാനില്ല, ഞാൻ കട്ട്ലേറ്റ് ആക്കണം. ഉമ്മച്ചിയുടെ സ്ഥലമാണ് ഗൈസ് അത്. ഉമ്മച്ചി അവിടെ നിന്ന് മാറ്റമില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ. എന്താണ് പറയാനുള്ളത്? ഞാൻ ഉണ്ടാക്കിയ എന്താണ് ഞാൻ ഉണ്ടാക്കിയ കട്ട്ലേറ്റാണ് ഗൈസ്. നല്ല കട്ട്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞല്ല കേട്ടോ. തുടർന്ന് എല്ലാ വീഡിയോയിലും അടി കഴിഞ്ഞു എന്ന് പറയണേ. ഞാൻ പറയട്ടെ ഗൈസ്, ഇതിന് അടി കഴിഞ്ഞിട്ടൊന്നുമില്ല. കറുത്ത കളർ വന്നു പറഞ്ഞ് ഇക്ക പറഞ്ഞ അടി കരിഞ്ഞു. ഒരു കരിയുടെ ചുവയില്ല, കരിഞ്ഞ ചുവയില്ല. പക്ഷെ അല്ല കടയിൽ മേടിക്കുമ്പോൾ സെറ്റപ്പെട്ടില്ല, ചുമ്മാ കിഴങ്ങും ഇതുള്ളൂ. അങ്ങനെ പറയാം. എന്തായാലും കുറെ മീറ്റൊക്കെ ഉണ്ട്. പിന്നെ നോമ്പ് പറഞ്ഞ അതിൻ്റെ എല്ലാം കഴിഞ്ഞ് കാണാം. ഗൈസ്, ഉമ്മച്ചി കൂട്ടാത്തിൻ്റെ ഇരുന്ന് വെച്ച മാങ്ങയാണ്. കണ്ടപ്പോൾ പഴുത്തിരിക്കുന്ന അടിച്ചിട്ട് കൂട്ടാത്തിന് ഇട്ടില്ല. കുടിച്ചിട്ട് വായിൽ വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് തൂളുന്നു. ബാക്കി പുളിയാണെങ്കിൽ തിന്നോട്ടോ ഗൈസ്. ഇത് കുറച്ച് മുളക് പൊടി തൂളാം. നോമ്പ് പറഞ്ഞപാട് തന്നെ ഉപ്പും മുളക് ഇട്ടും വാങ്ങാം.
പറയൂ. ടേസ്റ്റ് വരാതിരിക്കണേ. അതിനുണ്ട് പൊടി പൊടി ഉപ്പിട്ടിട്ട് മുഴിയാ എന്നെ മഞ്ഞാണ്. അപ്പം ഗൈസ് ഉമ്മച്ചി അവിടെ ഇത്താത്താനെ വിളിച്ചോണ്ടിരിക്കട്ടോ, ദീദീനെ വിളിച്ചോണ്ടിരിക്കാം. പിന്നെ വാപ്പിച്ച് മുന്നേശത്തുണ്ട്. അപ്പം ഞങ്ങൾ പോയി കേക്ക് എടുത്തിട്ട് വരാം. ഒരു അച്ചിപ്പൂറ കേക്ക് മേടിക്കാനായിട്ട് നിൽക്കുവാട്ടോ. എന്നല്ല അപ്പാ വാതിലിട്ട് കുറ്റിയിട്ടേക്കോ. ഇല്ലില്ല ഒരിക്കലും വാതിൽ കുറ്റിയിടാറില്ല. എന്ത് വാതിലും കുറ്റി. ഗൈസ് വാതിൽ കുറ്റിയിട്ടേക്കുക. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല ഗൈസ് സംഭവിച്ചത്. വാതിൽ തുറന്നത് വാപ്പായാണ്. ഉമ്മ ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു. വാപ്പച്ചി തുറന്നതിന് ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വാപ്പാക്ക് മനസ്സിലാവില്ല. വാപ്പാക്ക് വാപ്പാടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇന്നാന്ന് പോലും അറിയുണ്ടായില്ല കേട്ടോ. അതാണ് ശരിക്കും സംഭവിച്ചത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത് ചുമ്മാ നോമ്പ് തുറന്നതിന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞ കേട്ടോ. അതുകൊണ്ട് വാപ്പയൊക്കെ നിങ്ങൾ കറങ്ങാൻ പോയിട്ട് ഇത്ര നേരത്തെ വന്നോന്ന്. ഇനി ഉമ്മച്ചിയുടെ എക്സ്പ്രഷൻ കാണിച്ചു തരാം. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നിങ്ങൾ ഓർത്തിരുന്നോ? ഞാൻ പറയാതിരുന്ന വാർഷികറിയില്ല. ഞങ്ങൾ നേരത്തെ മേടിച്ച് ഇത് ഞങ്ങള് താഴെ മാറ്റി വെച്ചു. റാവിത്താഴത്ത് മാറ്റി വെച്ചു. ഞങ്ങള് വൈകിട്ട് മാറ്റി വെച്ചാ ഇങ്ങനെ ഒരു കേക്ക് ഉണ്ട് നിങ്ങളുടെ ഫ്രിഡ്ജിൽ. നിങ്ങൾ പോയി എന്താ നല്ല ഉടുപ്പിട്ടിട്ടോ. നമ്മൾക്ക് കേക്ക് മേടിക്കാൻ പോയതാ. ഞങ്ങൾ റായത്താട് വീട്ടിൽ കയറി പോണേ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു. ശാലേട്ട പറഞ്ഞേടി ഇവര് റായത്താട് വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്, വണ്ടി ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഞാൻ ഇവിടെ നോക്കിയപ്പോ നിങ്ങൾ അവിടെ നിൽക്കണുണ്ടായിരുന്നു. സൗണ്ട് കേൾക്കണേന്നാ. എന്തൊക്കെ തപ്പിടുക്കന്നെ എങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കണേ. എന്നിട്ട് ഇത് അവിടെ വെച്ച് എന്നിട്ട് അതിനിപ്പോ എന്താ, ഞങ്ങൾ ആദ്യം ഈ തന്നെ വരുന്ന ജമീൽ താഴെ വീട്ടിൽ വെക്കാനാ തീരുമാനിച്ചത്. പിന്നെ വേണ്ട, ഞാൻ ആദ്യം അവളെ വിളിച്ചു. അതുണ്ടായിരുന്നു അവിടെ. തുറക്കാൻ പറ്റുന്നില്ല. ഇതെന്താ ഇങ്ങനെ ഇരിക്കണ? നമ്മുടെ കേക്ക്. അപ്പൊ ഞാനിന്ന് കോതമ്പത്തിന് പോയപ്പോ ഉമ്മാവ് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ഒരു ഡൗട്ട്. ഇല്ല, ഞാൻ ചുമ്മാ പോണെന്ന് പറഞ്ഞേ. എന്നാല് എന്തിനു പോണെന്നാ തോന്നിയത്? അങ്ങനെയല്ല, ഇതായിട്ട് ഇതിന്റെ കാര്യത്തിൽ ഡൗട്ട് അടിച്ചിരുന്നോന്ന് വെച്ചാൽ ഞാനൊക്കെ നിങ്ങൾ മറന്നു വേണം. എങ്ങനെ മറക്കുന്നില്ല. ഇതാണ് നമ്മുടെ കേക്ക്. ഞങ്ങൾ 33 വർഷം എന്നുള്ളത് എഴുതാൻ മറന്നുപോയി. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ 33 വർഷത്തിൽ ആദ്യമായിട്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. പോയി ഡ്രസ്സൊക്കെ മാറിട്ടോ. രണ്ടുപേരുടെ അന്തം വിട്ട് നിൽക്കാൻ എന്താ സംഭവം, എങ്ങനെയാണെന്നൊരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി, കവർ കണ്ടപ്പോ നിങ്ങൾ റായത്താട് നിൽക്കാണ്ടപ്പോ എനിക്കൊരു സംശയം തോന്നി, എന്നായിരിക്കും അവിടെ പോയി നിക്കണേന്ന്. അതിന് ആദ്യമായിട്ട് ഉമ്മച്ചി വാപ്പിച്ച് വെഡിങ് ആനിവേഴ്സറി രണ്ടുപേരും പിടിക്കേ. ആദ്യമായിട്ട് കുറിക്കണോണ്ട് എന്താ പറയണേ, സ്പൂണെന്നേ കത്തി പിടിക്കാൻ അറിയില്ല.
അത് കോണായിട്ട് മുറിച്ചാൽ മതി. ആ പയ്യെ മുറിച്ചാൽ മതി. എന്താ ഇല്ലല്ലോടി ഇത് ഒന്നിലായിട്ട് സൂം ചെയ്യണം. എന്തിനാ സൂം ചെയ്തിട്ടല്ലേ ബ്ലർ വന്നേക്കണേ? വാപ്പനെ പേടിച്ചിക്കണേ. വെഡിങ് ആനിവേഴ്സറിയായിട്ട് സന്തോഷല്ലേ? അതിന്ന് കുറച്ച് അങ്ങനെയല്ല, അത് കുഴപ്പമില്ല. കുറച്ചെടുത്ത് അതിന് കുറച്ചെടുത്ത് വെക്കേ. അല്ല ക്ലാപ്പി ക്ലാപ്പി ക്ലാപ്പി. അങ്ങനെ 33 വർഷത്തിനുള്ള ആദ്യമായിട്ട് കേക്ക് മുറിക്കും കേട്ടോ ഗൈസ്. ആദ്യമായിട്ട് ആഘോഷമാണ്. അതുപോലെ തന്നെ കേക്ക് മുറിച്ചുള്ള ആദ്യത്തെ ആഘോഷമാണത്. ഇറച്ചിപ്പൂവിനെ കൊടുക്കണമോ? എനിക്കില്ലേ? എനിക്കൊരു നല്ല കേട്ടോ. ഇറച്ചിപ്പൂടെ സെലക്ഷൻ ആണ്. അത് ഫ്ലേവർ മാംഗോ അല്ലേ? അല്ല മാംഗോ പൈനാപ്പിൾ ഫ്ലേവർ. സോറി. എന്താണ് നിങ്ങക്ക് പറയാനുള്ളത്? 33 വർഷത്തെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്കൊന്നും പറയാനില്ല. ബാബുച്ചി കേക്ക് കിട്ടിയതിന്റെ സന്തോഷം. ഈ ഒരു കേക്ക് കഴിച്ചാൽ കിട്ടിയില്ല നോമ്പിലില്ല. 33 വർഷത്തെ ഫസ്റ്റ് ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? അതന്നെ ഇത്ര നാളത്തെ അതെ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്നേരെ ആഘോഷിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് നമ്മള് സർപ്രൈസ് ആയിട്ട് ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. പോയിട്ട് ചോദിക്കൂലേ? അപ്പൊ നമ്മള് സർപ്രൈസ് ആയിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈർക്കെ പോയി അത് ഞങ്ങള് വണ്ടി എടുക്കാണ്ടിരുന്ന മനപ്പുറം വണ്ടി എടുക്കാണ്ടിരുന്ന ഞങ്ങളുടെ വക ഒരു ചെറിയൊരു ഗിഫ്റ്റ്. എൻ്റെ ഒരു 1ന്റെ 10ന്റെ കേട്ടോ. എന്നാ പിടിക്കാം. രണ്ടുപേരും പിടിക്കേ. പൊട്ടിച്ചേ 2 സാധനങ്ങളാണ്. ഉമ്മച്ചി എന്താ കനമുള്ളതെന്ന് ഓർത്ത. സ്വർണ്ണം എന്തായാലും ഇത്രയും പൊതിയിലേക്ക് എന്നാ സ്വർണ്ണത്തിൽ പറ്റപ്പോ ഇൻഷാല്ലാ നമുക്ക് അടുത്ത പ്രാവശ്യം കിട്ടാം. അതെ അതെ. അപ്പാക്ക് കൊടുത്തായിരുന്നു ഷർട്ട്. ഉമ്മക്ക് സാരിയാണ് കേസ്. ഇപ്പൊ സാരിയാണ് ഉടുക്കാറ്. ഇനി ആദ്യമായിട്ട് ഇപ്പൊ ഒരു പർദ്ദ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇൻഷാല്ലാ പെരുന്നാളിന് എടുത്തു കൊടുക്കുന്നതായിരിക്കും. അതെ അതെ. ഇപ്പൊ തൽക്കാലം സാരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്റെ അത് നല്ല വശമെന്ന് എനിക്കറിയില്ല. മുന്താണിയ ഫ്രണ്ട് അല്ലേ നമ്മള് വീഡിയോയില് 3 കളറില് സെലക്ട് ചെയ്തത് ഇതാട്ടോ കേസ്. 3 കളർ. ബ്ലൂ ഉണ്ടായിരുന്നു, പച്ച ഉണ്ടായിരുന്നു. പച്ച കൊള്ള കളർ. അത് വാപ്പിച്ച് എപ്പോഴും വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. വ്യത്യസ്തമായിട്ട് കളർ ചൂസ് ചെയ്യുക. സാരി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യട്ടോ. വാപ്പാന്റെ ഷർട്ടും സാരി എന്നത് ഷർട്ട് ഞങ്ങള് കളർ എടുക്കലും നിർത്തിയായിരുന്നു. അപ്പൊ ഞാൻ ഇന്നൊരു വ്യത്യസ്ത ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു ഷർട്ട് ഇക്കാതെ എടുത്തതാ. പിന്നെ എനിക്ക് ആ കളർ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനും ആവശ്യം ഷർട്ട് എങ്ങനെ അതിന്റെ സാരി ഇഷ്ടപ്പെട്ടാണ്. മൊത്തം വെള്ള തുണി നല്ല പൊടിയാ, നല്ല പൊടിയാ പൊടി. വെള്ള എന്ന് പറയാൻ പെട്ടെന്ന് ഇത് നല്ല ഇനി പെരുന്നാൾ അത് 88. ഒരു കത്ര എടുത്തോളാം. നീ ഇതിട്ട് ഷർട്ട് ഇട്ട് നോക്കാം. ഷർട്ട് ഇടുന്നേ സാരി ഞാൻ ഉടുക്കണോ? സാരി ഷർട്ട് എളുപ്പല്ലേ.
അപ്പൊ ഉമ്മച്ചിക്ക് ഇല്ലാത്ത കളറാട്ടോ സാരി. എനിക്ക് സംശയമായിരുന്നു. പച്ച പിന്നെ ഉള്ളതല്ലാതെ പച്ച എടുക്കണം. ഈ കളർ ഇല്ല. അപ്പൊ വാപ്പാന്റെ ഷർട്ട് വാപ്പ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിക്കണേ. പിന്നെന്താണ്, ഉമ്മച്ചി ഞാൻ കോതാങ്കുളത്ത് പോയത് എന്താന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞ സാരിയുടെ എന്ത് നോക്കാനെന്നൊക്കെ സാരീന്റെ വീഡിയോ എടുക്കാൻ പോയതാന്നിട്ട് പറഞ്ഞത്, യൂട്യൂബിൽ ഇടാൻ വേണ്ടി. ശരിക്കും അതിനല്ലായിരുന്നു, സാരി എടുക്കാനായിട്ട് പോയതാണ്. പിന്നെ എന്താണ്, അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെന്താ, ഞങ്ങൾ ഇന്നാട്ടോ വാപ്പിച്ചി ഉമ്മച്ചി ഞങ്ങളെല്ലാവരും ഉള്ള വീഡിയോയിൽ ആദ്യമായിട്ട് ഫുൾ ഫ്രെയിം വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.